സോങ്. കാഞ്ചന ഈ പാട്ട് ആരാന്നറിയും? ഇല്ല. ഇത് ഈ പേപ്പർ മലയാള സംഗീതത്തിന്റെ മാത്രമായിട്ട് ഒരു പേപ്പർ ഉണ്ട്. പേപ്പറിൽ ഒരു ഇതുണ്ട് സെമസ്റ്ററിൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ. എന്താ നാണക്കേടാണ് സ്വന്തം അപ്പൂപ്പന്റെ അപ്പൊ ഞാൻ അതെനിക്ക് ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു. അത് ക്ലാസ്സില് സ്വന്തം അപ്പൂപ്പന്റെ പാട്ട് എനിക്ക് അറിയില്ല. ഇന്ന പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ പാടി കൊടുത്ത കുറെ കൂടെ വഴക്ക് കൂടും. എന്തിനാ പാടി കൊടുക്കും കഞ്ചി ഇങ്ങനെയാണോ പാടുന്നത്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ? അത് പാട്ട് ശ്രദ്ധിക്കും. അപ്പൂപ്പന്റെ പേര് പറയാതെ തന്നെ പാട്ട് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുന്നത്. അളിവേണി എന്ന് പറഞ്ഞ കോമ്പസിഷൻ. ഇപ്പം നമ്മുടെ ലാലേട്ടന്റെ ഒരു പരസ്യം വന്നല്ലോ, വിൻസ്മേരയുടെ, അതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ പാട്ടാണ്. അളിവേണിയുടെ പോർഷനാണ്. അപ്പൂപ്പന്റെ പാട്ടുകളെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ. നമുക്ക് അപ്പൂപ്പന്റെ ഏതെങ്കിലും ഒരു അപ്പൂപ്പന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേമസ് തന്നെ ഒരുപാടുണ്ട്. അത് അപ്പൂപ്പന്റെ പേര് പറയാതെ തന്നെ പാട്ട് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുന്നത്. അളിവേണി എന്ന് പറഞ്ഞ കോമ്പസിഷൻ. ഇപ്പം നമ്മുടെ ലാലേട്ടന്റെ ഒരു പരസ്യം വന്നല്ലോ, വിൻസ്മേരയുടെ, അതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ പാട്ടാണ്. അളിവേണിയുടെ പോർഷനാണ് അത്. പിന്നെ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട്. കരുണ ചെയ്യുവാനെന്തു താമസം, അതൊക്കെ അപ്പൂപ്പന്റെ ആണെന്ന് ആർക്കും അറിയില്ല. അപ്പം പിന്നെ ഭജ ഭജ മാനസ, അങ്ങനത്തെ പാട്ട് ഒക്കെ ഫേമസ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഈ അളിവേണിയാണ് വളരെ കോമൺ, ആൾക്കാർക്ക് ഭയങ്കര പെട്ടെന്ന്. കരുണ ചെയ്യുവാനും അളിവേണി. ഞാൻ അളിവേണി രണ്ടുപേരി പാടാം. കരുണ ചെയ്യുന്ന ഒരു മോഹിനിയാട്ടത്തിലൊക്കെ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കോമ്പസിഷൻസ് അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് എൻ്റെ വിഷമം. ആർക്കും അറിയില്ലല്ലോ അപ്പൂപ്പനാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ ഉള്ളിലേക്കും ഈ ചേർത്തലാർ ഗോപാലൻ നായർ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് പതുക്കെ പതുക്കെ ഞാൻ അതിലേക്ക് പോണു. എന്തായാലും ഞാൻ അളിവേണിയുടെ രണ്ടുപേരും പാടാം.
അപ്പൂപ്പന് വേണ്ടിട്ട് ട്രിബ്യൂട്ട് തന്നെ ആവട്ടെ. അപ്പൂപ്പന് ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് കേക്ക് ഉണ്ടാവും. അതെ, ഞാൻ എപ്പോഴും പറയും അപ്പൂപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ രാഗങ്ങളും എനിക്ക് വേറെ ഒന്നിന്റെ ആവശ്യം കാരണം ഇത്രയും വലിയൊരു എൻസൈക്ലോപീഡിയ വീട്ടിൽ തന്നെ അപ്പൊ അച്ഛനും എപ്പോഴും പറയും അതാണ് ഏറ്റവും വലിയൊരു ഒരു നമുക്ക് ഏറ്റവും വലിയൊരു ലോസ് ആണ്. അതൊരു അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു 10 വയസ്സ് വരെയെങ്കിലും അപ്പൂപ്പൻ എനിക്ക് ബേസിക് എങ്കിലും അപ്പൂപ്പൻ്റെ നിന്ന് കുറച്ചും കൂടി കിട്ടിയേനെ. അപ്പൊ അച്ഛൻ പറയും ചിലപ്പോ ആ ഒരു വയസ്സിൽ അപ്പൂപ്പൻ ആ പാടിത്തന്നത് ഉള്ളിൽ ഉണ്ടാവണം. അച്ഛൻ പറയും പക്ഷെ നീ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പറയും. അത് അപ്പൂപ്പന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എപ്പോഴും. അപ്പം കുറെ പാട്ടുകള് ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന്റെ ട്യൂണിലൊക്കെ എനിക്ക് പാടാനും അപ്പൂപ്പന്റെ പാട്ടുകൾ കച്ചേരി ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയേനെ. എന്തായാലും പറഞ്ഞ പോലെ ഒരു വയസ്സിൽ ഉള്ളത് അതാണല്ലോ ഇപ്പൊ നമ്മളിപ്പോഴും കൂടെ തന്നെ കൊണ്ട് നടക്കണത്. ഇത് ഡാൻസേഴ്സിന് കുറെ പദം ആയതുകൊണ്ട് ഒരുപാട് മോഹിനിയാട്ടം ഡാൻസ് പഠിക്കാൻ നോക്കിയിട്ടില്ല. ആ ഒരു കഴിവ് ഇല്ല. കുഞ്ഞിലെ കൊണ്ട് ചേർത്തു അച്ഛനും അമ്മയും. പക്ഷെ അവിടെ ചെന്ന് ഞാൻ ഇറങ്ങി വന്നു. പക്ഷെ പിന്നെ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് പാട്ട് പാടുമ്പോ കൈന്റെ മൂവ്മെന്റ്സ് കാണുമ്പോൾ കുറെ പേര് ചോദിക്കും കേട്ടോ എന്നോട് ഞാൻ ഡാൻസർ ആണോ. അപ്പൊ ഞാൻ ഡാൻസറോ, ഞാൻ അനങ്ങാൻ അറിയില്ല. അപ്പൊ ഇനി ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് കിടന്ന് ഡാൻസ് കളിക്കും എന്നല്ലാതെ ക്ലാസിക്കലി ഇതുവരെ പഠിക്കാൻ പോയിട്ടിട്ട്. പക്ഷെ കുഞ്ഞില് വളരെ ചെറുതില് ഈ ബേസിക് ചേർത്തു. പക്ഷെ അപ്പം ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അപ്പൊ അച്ഛനും പറഞ്ഞു താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാ വിടണം, വലുതാകുമ്പോ താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ അപ്പം ഈ പഠിത്തത്തിന്റെ ഇടയിൽ സമയം കിട്ടിയില്ല, അപ്പൊ പോയില്ല. ഇപ്പോ കരുണ ചെയ്യുന്ന പറയുമ്പോ അതും കൂടെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. 4 പേര് നമുക്ക് ഡാൻസേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം ഒരുപാട് ഡാൻസും ഇത് വരുന്നതാണ് അതില്. അപ്പൊ ഈ സോങ് ഡാൻസേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാന് കരുണ ചെയ്യുവാൻ 2 പേര് ശ്രമിക്കാം. ഞാൻ അധികം അത് പാടിയിട്ടില്ല, എന്നാലും ശ്രമിക്കാം. കരുണ കൃഷ്ണ കരുണ ചെയ്വാനിന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ കൃഷ്ണ. ഈ പാട്ട് ഞാൻ അധികം പാടാറില്ല. പെട്ടെന്ന് തെറ്റുകൾ നമ്മൾ ഞാൻ ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞു എനിക്ക് അപ്പൂപ്പന്റെ ഫേമസ് ഒന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഈ അപ്പൂപ്പന്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒട്ടും അറിവില്ലായിരുന്നു. അറിവേ ഇല്ലായിരുന്നു അപ്പൂപ്പന്റെ കോമ്പോസിഷൻസ് എന്താന്ന് ഒന്നും. അച്ഛൻ കച്ചേരികളിൽ പാടുമ്പോൾ കുറെ കോമ്പോസിഷൻസ് കേൾക്കും, അത് എനിക്കിഷ്ടമാണ്, പാടി വരും. പക്ഷെ ഇത് അപ്പൂപ്പനാണ് ചെയ്തത് അറിയില്ലായിരുന്നു. വളരെ ഒട്ടും അറിവില്ലാതെ ലേറ്റ് ആയിട്ട് എടുത്തൊരു കാര്യമായിരുന്നു. അപ്പം എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ ടീച്ചർ പഠിപ്പിക്കുമ്പം ഒരു സോങ് കാഞ്ചന ഈ പാട്ട് ആരാന്നറിയും? ഇല്ല, ഇത് ഈ പേപ്പർ മലയാള സംഗീതത്തിന്റെ മാത്രമായിട്ട് ഒരു പേപ്പർ ഉണ്ട്, പേപ്പറിൽ ഒരു ഇതുണ്ട് സെമസ്റ്ററിൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്താ. നാണക്കേടാണ് സ്വന്തം അപ്പൂപ്പന്റെ അപ്പൊ അത് എനിക്ക് ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു. അത് ക്ലാസ്സിൽ സ്വന്തം അപ്പൂപ്പന്റെ പാട്ട് എനിക്ക് അറിയില്ല. അത് ഭയങ്കര ഒരു കുറവല്ലേ. നമ്മളത് ഇത്രയും പ്രായമായിട്ട് ഞാൻ ഒരു പാട്ട് പോലും എനിക്ക് അപ്പൂപ്പന്റെ അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു കുറവാണ്. അപ്പം ഞാൻ അപ്പോഴാ ടീച്ചർ പറഞ്ഞിട്ട് ആ പാട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് ഇന്നും ഞാൻ ആ പാട്ട് മറക്കില്ല, കാരണം അത് എനിക്ക് ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ അപ്പൂപ്പന്റെ പാട്ടുകൾ ഏതാ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു പോകാനും പഠിക്കാനും. ഇപ്പം ആരെന്ത് ചോദിച്ചാലും ആദ്യം അപ്പൂപ്പന്റെ പാട്ട്. ശ്യാമ ടീച്ചർ, ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ശ്യാമ ടീച്ചറിനോട് പറയും, ടീച്ചർ പഠിപ്പിച്ച ആ സോങ് മറക്കത്തില്ല. വിമൻസ് കോളേജിലെ ശ്യാമ എന്ന് പറഞ്ഞ ടീച്ചറാണ് ആ പരമപാവന എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോസിഷൻ ആണത്. അതിങ്ങനെ പഠിപ്പിച്ചു. അപ്പോഴേ ഞാൻ അപ്പൂപ്പന്റെ കോമ്പോസിഷൻ ആണ്, ഇതിനേക്കാളും കോമ്പോസിഷൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ അതാണ് ഒരു തുടക്കം അപ്പൂപ്പന്റെ ഇതിലേക്ക് അറിയാനായിട്ട്. ഓക്കെ, നമുക്ക് ചെറിയൊരു സിംഗിങ് പോലത്തെ ഒരു റാപ്പിഡ് ഫയറിലോട്ട് പേടിക്കണമെന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ പാടിയിട്ടുണ്ട് നൂലാമാലത്തെ ഓർ ചേരമന, ഇതാ ഒരു ക്ലോസസ്റ്റ് ഹാർട്ട് എന്ന് പറയുമ്പോൾ? നൂലാമാല ഓഫ് കോഴ്സ് ലൈക്ക് കുറച്ചും കൂടെ ക്ലോസ് ആണ്. വേറൊന്നും കൊണ്ടല്ല, അത് ഞാൻ ഒരു ഫസ്റ്റ്
ഫസ്റ്റ് ഇതിൽ പാടുന്ന ഒരു പാട്ടാണ്, ഇങ്ങനത്തെ ഒരു ഹാപ്പി എനർജറ്റിക് സോങ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയതാണ്. രണ്ടും രണ്ട് ഒരു ടൈപ്പാണ്. ഒന്ന് ഭയങ്കര മറ്റേ ഹിറ്റ് അങ്ങനത്തെ പാട്ടും, ഇത് ചേരമാൻ പറഞ്ഞ ഫോക്ക് ആണ്, കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് പാടിയതാണ്. അപ്പൊ അതിൽ ഇഷ്ടം ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലും നൂലാമാല പെർഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് നൂലാമാല പറയുന്നു. ഓക്കെ. മെലഡി സോങ്സ് ആർ ഫാസ്റ്റ് ബീറ്റ് സോങ്സ് ആണോ ഇഷ്ടം? ഡിപ്പെൻസ് അപ്പോൺ ദ സോങ്. എനിക്കത് പാടാൻ പറ്റുന്നതാണ്. ഒരുപാട് ഇപ്പം എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എനിക്കിപ്പോ ചിത്രചേച്ചിയുടെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പാടണം തോന്നും, പക്ഷെ പാടാനുള്ള കഴിവില്ല എന്നിങ്ങനെ തോന്നും. അയ്യോ ഇതൊന്നും ഞാൻ പാടരുത്, ജാനകി അമ്മയുടെ ചിത്രചേച്ചിയുടെ ഒക്കെ പാട്ട് ഇതൊന്നും ഞാൻ പാടരുത് പറയും. അതുകൊണ്ട് മിക്സ്ഡ് ആണ്. എനിക്ക് അതിനൊരു ഇതില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദ സോങ്. എനിക്കത് പാടാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ ഞാൻ അത് പ്രിഫർ ചെയ്യും. ഓൾഡ് മലയാളം ക്ലാസിക്സ് ആർ ന്യൂ ജെൻ ഹിറ്റ്സ്? ഓൾഡ് മലയാളം ക്ലാസിക്സ് ആണ് കൂടുതലും പാടുന്നത്. അതിലത്തെ ഒരു ഫേവറേറ്റ് ഒരു 2 ലൈൻസ്? ഇതുപോലെ ജാനകി അമ്മയുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ജാനകി അമ്മയുടെ ഈറനുടുത്തു എന്ന് പറഞ്ഞിട്ട് ബാബുക്കയുടെ പാട്ട് പാടാം. ഈ പാട്ടൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ മറന്നിരിക്കുന്ന പാട്ടുകളായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ കുഞ്ഞിലെ പാടിയ പാട്ടാ. അതാണ് ഇപ്പൊ ഇപ്പോഴും ഈ പാട്ടിനോടുള്ള ഇഷ്ടം. ഇത് ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ സീസൺ ചേഞ്ച് ചെയ്യുന്ന ഇതൊക്കെ ലൂപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇത് പിന്നെ മറ്റേ ഭാർഗവി നിലയത്തിലെയൊക്കെ പാട്ടുകൾ, മറ്റേ എന്താ സോറി വാസന്ത പഞ്ചമി, അതൊക്കെ ഇങ്ങനെ ലൂപ്പിൽ പോകുന്ന പാട്ടുകൾ. അവിടുന്നൻ, അയ്യോ അത് അവിടുന്നൻ ഗാനൊക്കെ. പിന്നെ ഇതുപോലെ സുശീലമ്മയുടെ പോവുകയാണെങ്കിൽ നേരെ തമിഴ് പോവും ഞാൻ. ഈ ഉന്നെ കാണാതെ കണ്ണും അങ്ങനത്തെ കുറെ പാട്ടുകൾ. ദാസേട്ടൻ അല്ലെങ്കിൽ ചിത്രേച്ചിയുടെ പാട്ട് ഇതാ? അയ്യോ ഞാൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇത് ഇവരൊക്കെ ഇപ്പൊ നമ്മള് ദൈവത്തിനെ ആര് ചൂസ് ചെയ്യുന്ന ദൈവമായിട്ടാണ്. ഒരിക്കലും ദാസാറിന്റെ കേട്ട് കഴിയുമ്പോ ഇത് ദാസാറാ ബെസ്റ്റ് എന്ന് തോന്നുന്നു. ചിത്രചേച്ചി കഴിയുമ്പോ ചിത്രചേച്ചി, അങ്ങനെ ഒരാളെ ഒരിക്കലും ഇല്ല. അത് എന്റെ ചോദ്യം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ശ്രേയ ഘോഷാൽ ഓർ സിത്താര? എന്റെ അമ്മോ, മറ്റേ കുടുംബ പ്രശ്നം അല്ല, അങ്ങനെയല്ല കേട്ടോ. സിത്താരേച്ചിയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതലും ഞാൻ ഷോസിന് പാടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ജഡ്ജ്മെന്റ്, ശ്രേയാജിയുടെ മെലഡീസ് കൂടുതലും. എനിക്ക് സിത്താരേച്ചിയുടെ ടെക്സ്ചർ ഇപ്പം മോഹമുന്തിരി ടൈപ്പ് ഒക്കെ സാധനങ്ങൾ സിത്താരേച്ചിയുടെ മെലഡി ഒന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല, അതൊക്കെ വേറെ ലെവലാ. ഇങ്ങനത്തെ ചില പാട്ട് ഫോക്കിഷ് ടച്ച് ഒക്കെ വരുന്ന പാട്ടുകൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം സിത്താരേച്ചി ഓഫ് കോഴ്സ് ഭയങ്കര, സിത്താരേച്ചിയുടെ ചില പാട്ടുകളൊക്കെ ഭയങ്കര ഭയങ്കര രസമുള്ള, കമ്പോസ് ചെയ്യുന്നത് ഉൾപ്പെടെ രസമുള്ള പാട്ടുകളാണ്. അപ്പം ഇനിയിപ്പോ ഞാൻ ഇത് കണ്ട എല്ലാരും പറയുന്നത് ഞാൻ ശ്രീനാഥ് സിത്താരയുടെ ബാൻഡിലുള്ളതാണ്. അല്ല, ഇതാണ് ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്യാറുള്ള പാട്ടുകൾ സിത്താരേച്ചിയുടെ. ശ്രേയാജിയുടെ നമുക്ക് അടുക്കാൻ പറ്റാത്ത പാട്ട്, നമ്മളിങ്ങനെ ഈ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വെക്കേണ്ട ഒരാളാണ് ശ്രേയാജി. അപ്പൊ അതുകൊണ്ട് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ പുറത്ത് കേൾപ്പിക്കാറില്ല ശ്രേയാജിയുടെ പാട്ടുകൾ. ഞാൻ പാടും, ആരും കേൾക്കണ്ടെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നേരത്തെ പോലെ തമിഴ് പാട്ട് കുറെ കേൾക്കുന്നുള്ളത്. അപ്പൊ റഹ്മാൻ സാറിന്റെ അല്ലെങ്കിൽ രാജാ സാറിന്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു 4 പേര്? രാജാ സാറിന്റെ ഒരെണ്ണം പാടാം. ചിത്ര ചേച്ചിയുടെ പഴയതാണ്. உன்னோட
നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. ഇത് ഇനിയിപ്പോ നാട്ടുകാർ കേട്ട എന്റെ മറ്റേ ആസ്ഥാന ഗാനാണത്. ഏത് പരിപാടിക്കും ആദ്യത്തെ പാട്ട് ഇതായിരിക്കും. ശരി, അത്ര ഇഷ്ടമാണ് ഈ പാട്ട്. എന്റെ മറ്റേ ആസ്ഥാന ഗാനാണ്. ഞാൻ കുഞ്ഞിന് മുതൽ ഇപ്പൊ വരെയും ഭയങ്കര ഒരു സോങ് ആണിത്. ഇത് നമുക്ക് ഫാസ്റ്റില് പാടാം, മെലഡി ആയിട്ട് പാടാം, മീൻസ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഫാസ്റ്റ് സോങ് ആയിട്ടാണ് ഞാൻ ഇത് പാടുന്നത്, പക്ഷെ നല്ല പക്ക സെമി ഒരു സാധനമല്ലേ അതിനകത്ത്. രാഗം യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും സംഗതികളാണെങ്കിലും നല്ല പാട്ടാ. ഭയങ്കര ഇഷ്ടമാണ് എന്റെ. ഡുവൈറ്റ് സോങ് ആണോ ഇഷ്ടം, സോളോ സോങ്സ് പാടുന്നതാണോ ഇഷ്ടം? ഡുവറ്റ്സ് അങ്ങനെ പാട്ട് ഏതാണോ അങ്ങനെ നോക്കിയിട്ടാ. ഞാൻ ഡുവറ്റ്സ് ഒരുപാട് സോളോ ആക്കി പാടുന്ന ഒരാളാണ്. സാഡ് സോങ്സ് റൊമാൻറ്റിക് സോങ് കൂടുതലും ഡിപ്പെൻസ് അപ്പോൺ ലൈക്ക് ഞാനിപ്പോ പാടിയ ഇപ്പം പാടിയ എന്താ ഞാൻ പാടിയ പാട്ട് തന്നെ അതൊരു ഭയങ്കര സാഡ് അങ്ങനത്തെ ഒരു പാട്ടാണ്. പക്ഷെ ഭയങ്കര റൊമാൻസ് അതിൽ തന്നെ ഉണ്ട്. എനിക്ക് സാഡും ഇഷ്ടമാണ്. എന്റെ മൂഡ് അനുസരിച്ച് ഞാൻ സാഡിലേക്ക് പോകുന്ന ഉണ്ട്. ഇപ്പൊ ഈറനോടത്തൊക്കെ എന്തൊരു സാഡാണ്, ഭയങ്കര തകർന്ന പാട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഭയങ്കര ഞാൻ സാഡും ഇഷ്ടമാണ്, റൊമാൻറ്റിക്കും ഇഷ്ടമാണ്. ആ ഒരു അവസ്ഥയാണ്. ഭയങ്കര ഈ റാപ്പിഡ് ഫയർ മൊത്തം ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് രണ്ടും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതെ, അതാണ് അതിന്റെ ഒരു ആൻസർ കറക്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോ ആ പഴയ 2 പാട്ട് ഈറനോടത്ത് ഭയങ്കര സാഡാണ്, അവിടുന്ന് ഭയങ്കര ലവ് ആണ് അതില്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഒരു പാട്ട് എന്നുള്ള അപ്പൊ സോങ് വെച്ചിട്ടാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള ഹസ്ബൻഡ് ഇഷ്ടമുള്ള ഫേവറേറ്റ് സോങ് ഏതാ? അങ്ങനെ ഹസ്ബൻഡിന് ഗസൽസ് ആണ് കൂടുതൽ. ഗസൽസ് അല്ല, വീട്ടിലിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സോർട്ട് ഓഫ് ഫൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന പാട്ട് പാടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും, അങ്ങനെയൊന്നുമില്ല. ഞാൻ പാടി കൊടുത്ത കുറെ കൂടെ വഴക്ക് കൂടും. കഞ്ചി ഇങ്ങനെയാണോ പാടുന്നത്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ? വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത്രയും. ഞാനിപ്പോ ശ്രീനാഥിന്റെ മുമ്പിൽ പാടാനാണ് ഞാൻ കുറെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ശ്രീനാഥ് ഇങ്ങനെ ഇരിക്കും വിലയിരുത്താൻ, പെട്ടി നോക്കും ഓരോന്ന്. കാഞ്ചി ഇയാൾ എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലാത്തോണ്ട് ഇയാളുടെ സിംഗിങ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുകൊണ്ട് തന്നെ അതൊരു ഹെൽപ്പുമാണ്. ഞാനിപ്പോ ഒരു കവർ നാളെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്റെ മിക്സ് മാസ്റ്റർ കിട്ടുന്നതിന് മുമ്പ് ഞാൻ ശ്രീനാഥിനെ കേൾപ്പിക്കും. ഓക്കെ ആണോ, ഇറക്കട്ടെ. അപ്പൊ ശ്രീനാഥ് കേട്ടിട്ട് കാരണം ശ്രീയാകുമ്പോ കീസിനെ കുറിച്ചും ബാക്കിങ്ങും പറഞ്ഞു തരും എല്ലാം. അപ്പൊ അങ്ങനെ ഫുൾ എല്ലാം ശ്രീനാഥിനോടൊന്ന് കേൾപ്പിക്കും ഞാൻ, എന്നിട്ടാണ് ഞാനിപ്പോ ഇറക്കുന്നതെല്ലാം. ഹെൽപ്പാണ്. ഇഷ്ടമുള്ളൊരു രാഗം, ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഈ പാട്ട് ത്രൂ ഔട്ട് ദ ഡേ പാടണം തോന്നിക്കഴിഞ്ഞ ഒരു രാഗത്തിലൊരു പാട്ട് ഏതായിരിക്കും? ഈ പാട്ട് മീൻസ് എന്താ പറയാ, ഇത് മടുക്കാത്ത പാട്ടാണ്, എപ്പോ പാടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഈ പാടി നിന്നൊരു എനിക്ക് ഒരിക്കലും കാരണം സ്ഥിരം എന്റെ സ്ഥിരം കുറ്റി എന്നൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ എപ്പോഴും എവിടെയും പാടുന്ന ഒരു പാട്ടാ. അപ്പൊ അത് മോഹനമായ അങ്ങനെ അത് രാഗം ചൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സോങ് ഞാൻ സ്ഥിരം ഇത് ഈ ഒരു സോങ് ആണ് വിത്തൗട്ട് ഗെറ്റിംഗ് ബോർഡ് ആവാൻ്റെ. ആരെപ്പോഴും എവിടെ ഒരു സ്റ്റേജിൽ എന്നോട് ഒരു പാട്ട് പാടാൻ ഇപ്പൊ കരോക്കെ ഉണ്ടെങ്കിൽ അതെടുത്താ നിന്നുക്കോരി. അപ്പൊ അതുകൊണ്ട് എന്നെ നിന്നുക്കോരി ഇപ്പൊ എല്ലാവർക്കും അറിയാം. നിന്ന് കോരി എന്ന് പറയും. നിന്ന് ആ പാട്ട് ഒരു മടിയില്ല, സ്ഥിരമാണ്. സ്കൂളിൽ പഠിക്കും മുതല് ഈ പാട്ട് സ്ഥിരം കുറ്റിപ്പാട്ടാണ്. ഈ പ്രാക്ടീസ് ഒക്കെ എപ്പോഴാണ് ചെയ്യുക, രാവിലെയാണോ നൈറ്റാണോ? പ്രാക്ടീസ് രാവിലെയാണ് ഞാൻ ശ്രമിക്കാറ്. കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ബാക്കി അലച്ചിലും വിളിച്ചിലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോവുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ രാവിലെ അത് ശ്രദ്ധിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ചെയ്യാറില്ല. ചില ആൾക്കാർ പറയുന്നത് രാവിലെ ഈ ബോയ്സ് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അല്ല, പക്ഷെ അല്ല, രാവിലെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാനൊരു ആളുടെ അടുത്തൊന്ന് പോയപ്പോഴൊക്കെ പറഞ്ഞ ട്രെയിനർ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാൻ വെറുതെ റാൻഡമായിട്ട് എന്റെ ഗുരു വിളിച്ചിട്ട് ചുമ്മാ അറ്റൻഡ് ചെയ്യാൻ പോയതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞ രാവിലെ തന്നെ വാമപ്പ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് വാമപ്പ് ചെയ്യാൻ പറ്റുക ചെയ്യണം, പക്ഷെ രാവിലെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് വോക്കൽസിന്. രാവിലെ എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റിട്ട് കുറച്ചൊരു ബ്രീത്തിങ്ങും വാമപ്പും ഒക്കെ ചെയ്താൽ ബാക്കി ഈവനിങ് നമ്മൾ ചെയ്യുന്നത് സോങ്ങിന്റെ പ്രാക്ടീസ് ആണ്. നമ്മൾ ഈ ബാക്കി വാമപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ രാവിലെയും സോങ്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഈവനിങ്ങും. ഇപ്പൊ കർണാട്ടിക് ആണെങ്കിലും അല്ലാത്ത ഫിലിം എന്ത് സോങ് ആണെങ്കിലും അത് ഈവനിങ്. അതിന്റെ ഇതും കൂടെ മിക്സ് ചെയ്യത്തില്ല. രാവിലെ വേറെ ഈവനിങ് വേറെ, അങ്ങനെ. ഈവനിങ് നടക്കാറില്ല മിക്ക ദിവസവും. ഈ സോങ്സിന്റെ പ്രാക്ടീസ് നടക്കാറില്ല. പിന്നെ ഞാൻ നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആ പാട്ട് കേൾക്കും. ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കും. ഞാൻ കൂടെ പാടില്ല. കുറേ തവണ കേട്ടതിന് ശേഷം ലിറിക്സ് എടുക്കും, എന്നിട്ട് കൂടെ പാടി നോക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സോങ് പഠിക്കുന്നത്. എന്തോ പാട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എനിക്ക്, പക്ഷെ ആ ന്യൂവാൻസസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണം, കേൾക്കണം. കുറേ തവണ കേട്ട് കഴിയുമ്പം ആ ഇത് മനസ്സിൽ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സോങ്സ് മിക്കതും ഈ ജേർണിയിലാണ് എൻ്റെ സോങ്
പഠനമൊക്കെ. ഇപ്പൊ ഈ കേട്ട് വന്ന പാട്ടുകളില്ലേ, ഈ പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, അങ്ങനെ തോന്നിയിട്ടുള്ള പാട്ട് ഏതിലുണ്ടോ? അങ്ങനെ, കാരണം ഞാൻ ഈ കേൾക്കുന്നതൊക്കെ പഴയ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകളൊക്കെ മിക്കതും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതുവരെ ഞാൻ ചിന്തിക്കാറേ ഇല്ല. കാരണം ഞാൻ പാടുന്നതേ എനിക്ക് ഓക്കെ അല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ വേറെ നല്ലോണം പാടി ഇന്നത്തെ സമയത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് പാടാമായിരുന്നു. അല്ല, എനിക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ പാടിയ പാട്ടുകളൊക്കെ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ, എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അത് മേ ബി ആരെങ്കിലും, പക്ഷെ ഇവരൊക്കെ തന്നെ കിടിലങ്ങളായിട്ട് ചിന്തിക്കാറില്ല അങ്ങനെ. അങ്ങനത്തെ പുതിയത് അങ്ങനത്തെ ആരെങ്കിലും ഇങ്ങനത്തെ പാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വിളിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. അതായത് ആ പാട്ട് പാടണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നിന്നുകൊരി ടൈപ്പ് അതിന് നമുക്ക് കവർ സോങ്സിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് കവർ സോങ്സിൽ ഞാൻ എനിക്കിഷ്ടമുള്ള നിന്നുകൊരി ഞാൻ ചെയ്തിട്ടില്ല കവർ. കാരണം നാട്ടിൽ എവിടെ ചെന്നാലും നിന്നുകൊരി പാടുന്നുണ്ട്, കവറും കൂടെ ചെയ്തിടണ്ട എന്ന് തോന്നിയിട്ടാ. പക്ഷെ ഞാനിപ്പം റീസെന്റ് ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഞാൻ ഇടാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത ആകായം തീ പിടിച്ചാന്നൊക്കെ പറഞ്ഞ പാട്ട്, അത് കാരണം അത് അധികം നമ്മൾക്ക് ഒരിടത്തും വേദിയിലൊന്നും ഞാൻ അങ്ങനെ പാടാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തത് വേദി പാടാൻ പറ്റാത്ത, അതേസമയം എനിക്കിഷ്ടമുള്ള സോങ്സ്, എനിക്ക് എന്റെ വോയിസിന് ചേരുന്ന എനിക്ക് തോന്നുന്ന സോങ്സ് ഞാൻ പാടിയിടാറുണ്ട്. അതുപോലെ കർണാട്ടിക് ആണെങ്കിലും അങ്ങനെ. അപ്പം അത് കർണാട്ടിക്കിൽ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ജോബി പറഞ്ഞിട്ട് ഞാൻ ചന്ദ്രചൂട ചെയ്തിട്ടിരുന്നു. അത് അത് ഞങ്ങൾ വെറുതെ മറ്റേ ഇതൊന്നും ഒരു മനുഷ്യൻ കേൾക്കില്ല, ഇത് എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ ചീത്ത വിളിച്ചിട്ടാണ്, അവന്റെ നിർബന്ധത്തിന് ചെയ്തതാണ്. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 1 മില്യൺ 2 മില്യൺ 3 മില്യൺ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതെന്തായി നടക്കണേ നമ്മൾ വിചാരിക്കാത്ത പാട്ടുകളായിരിക്കും. ഒന്നാമത് ആ പാട്ടിന് ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട്. പ്രത്യേകിച്ച് അനൂപേട്ടന്റെ ആ ഒരു വീഡിയോ, ആ ഒരു ഇതിന് തന്നെ നല്ല ഫാൻ ബേസ് ഉണ്ട്. കർണാട്ടിക് ആണെങ്കിലും അനൂപേട്ടന്റെ ഭയങ്കര ഫാൻ ബേസ്. അപ്പൊ അതിലൊരു ഫീമെയിൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാനിത് ഞാൻ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് ഇതിനെ എടുത്തിരുന്നത്. കാരണം ഈ അമ്മുമ്മയുടെ കൂടെ പാടുന്നു എന്ന് പറഞ്ഞില്ലേ ഒരു പാട്ട്, അത് ചെയ്യാൻ വെച്ചിരുന്ന അതേ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തോ, ഇനി ഈ സാരി തന്നെയാന്ന് കാണണ്ട എന്ന് പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു. പക്ഷെ ആ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് എല്ലാം മറ്റേ ഉഴപ്പിൽ ചെയ്തതായിരുന്നു അത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ചിലത് ഇഷ്ടപ്പെടും. അപ്പൊ അതൊരു ഇപ്പൊ 3.5 മില്യൺ വ്യൂസ് അതിനുണ്ട്. അത് ഞാൻ കേൾക്കുമ്പോ, ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോ ചിലരുടെ റിംഗ് ടോൺ അതാണ് ചന്ദ്രചൂട് ആ ഒരു ഇത്. ഞാൻ ചെയ്യൂ ഇത് അയ്യോ എന്റെ പാട്ട്. അത് ഭയങ്കര ഒരു സംഭവമാണത്. അപ്പൊ അങ്ങനെ ചിലതൊക്കെ ഹിറ്റ് ആവും, ചിലതൊക്കെ നമ്മൾ ഹിറ്റ് ആവും വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒന്നും ഒരു മനുഷ്യൻ കേൾക്കില്ല. അപ്പൊ അങ്ങനെ എനിക്ക് പറ്റുന്ന സോങ്സേ ഞാൻ എടുക്കാറുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പാടിയാ എനിക്ക് നന്നാവും തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ സോങ്സ് ഒക്കെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടിയാ കൊള്ളാം. എനിക്ക് അച്ഛന്റെ കാറ്റേ കാറ്റെന്നല്ല അച്ഛന്റെ മോളുടെ വായന്നെ, മോളുടെ അടുത്ത് തന്നെ അച്ഛനും ഞാനും ആണ് ഇപ്പം കാറ്റേ കാറ്റേ അച്ഛന്റെ ഷോസിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാ ചെയ്യുന്നത്. എപ്പോഴും പാടാറുണ്ട്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു, ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേന്നിറങ്ങു, ആകെ തേന്നിറങ്ങു. ആറ്റ് നൊറ്റ് കാണാമരത്തിൽ പൂവും കായും വന്നു, മീനത്തീവയിലെ ചൂടിൽ തണുതണി തൂവൽ വീശി നിന്നു, തൂവൽ വീശി നിന്നു. എന്തായാലും 1 മണിക്കൂർ നമ്മള് പോയത് പെട്ടെന്ന് പോയ പോലെ എനിക്കും ഫീൽ ചെയ്തു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായി. ഒരുപാട് സന്തോഷം. അപ്കമിങ് പ്രൊജക്ട്സുകൾ ചിരം ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാനും ശ്രീനാഥും ഇതുപോലെ പ്ലാനിലാണ്. ഈ അപ്പൂപ്പന്റെ അങ്ങനത്തെ ഒരു മിക്സ് കർണാട്ടിക് ഹിന്ദുസ്ഥാനി അങ്ങനത്തെ കുറെ പ്ലാനിലുണ്ട്. കുറച്ച് ഷോസ് അപ്കമിങ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോണു. അതെ, ശ്രീനാഥിന്റെ കൂടെ തന്നെ അധികം ഇനി വരട്ടെ, ഒരുപാട് ചെയ്യണം. അത് ശ്രീനാഥിനെ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആവട്ടെ. പക്ഷെ ഇനി അത് അധികം ലേറ്റ് ആകാതെ കുറച്ച് ഞങ്ങൾ ഒരുമിച്ചുള്ളത് കുറച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാം പ്ലാനിലുണ്ട്, ചെയ്യണം. എല്ലാം വരാതെ ചെയ്യണം. അപ്പൊ എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. എനിക്കും ഒരുപാട് 1 hour പോയതേ അറിഞ്ഞില്ല. ചേച്ചിയോട് സംസാരിച്ചിരുന്നിട്ട് ഭയങ്കര നമ്മളൊരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു ഫീല്. എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ വീട്ടില് അച്ഛനോടും അമ്മൂമ്മയോടും എല്ലാവരോടും അന്വേഷണം തീർച്ചയായിട്ടും പറയാൻ ചേച്ചി. താങ്ക് യു സോ മച്ച്.